താന്യം ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം സമാപിച്ചു. പെരിങ്ങോട്ടുകര ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സമാപന സമ്മേളനം സി മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷീന പറയങ്ങാട്ടിൽ മുഖ്യാതിഥിയായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OS അഷ്റഫ്, അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീനത്ത് മുഹമ്മദ് അലി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീന അനിൽകുമാർ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഷീജ സദാനന്ദൻ, ഷൈനി ബാലകൃഷ്ണൻ, സിജോ പുലിക്കോട്ടിൽ, ജനപ്രതിനിധികളായ TB മായ, ആൻഡോ തൊറയൻ, രതി അനിൽകുമാർ, മിനി ജോസ്, രഹന പ്രജു, പ്രജീഷ രതീഷ്, ഗുണസിംഗ് VK, KB സദാശിവൻ, സനിത സജൻ, CL ജോയ്, സതി ജയചന്ദ്രൻ, മീന സുനിൽ, ജിഷ്ണു പ്രേമൻ, ശ്രീകല സന്തോഷ്, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ സുജിത നിരേഷ്, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സുനിത KV എന്നിവർ സംസാരിച്ചു. ചിത്രശലഭങ്ങളുടെ ഗവേഷണത്തിൽ ഗിന്നസ് റെക്കോർഡ് നേടിയ കമൽജിത്ത് കരുണാകരനെ ചടങ്ങിൽ അനുമോദിച്ചു. 279 പോയിന്റ് നേടി സ്റ്റോൺ ഫെറി ക്ലബ്ബ് കീഴ്പള്ളിക്കര ഓവറോൾ കിരീടം സ്വന്തമാക്കി. 138 പോയിന്റോടെ നിസ് സാംസ്കാരിക വേദി 2ാം സ്ഥാനം കരസ്ഥമാക്കി. നമ്മുടെ കേരളോത്സവം മാതൃകാപരമായ രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. എല്ലാ മേഖലയിലും കലാ സാംസ്കാരിക രംഗങ്ങളിൽ മാതൃകാപരമായ പ്രവർത്തനം നടത്തി മുന്നോട്ട് പോകുന്ന കേരള സംസ്ഥാനത്ത് ഒരുപാട് ആഗ്രഹം പോലുള്ള സമ്മാനങ്ങൾ കിട്ടുന്ന ഒരവസ്ഥയും കൂടി നമ്മുടെ കേരളത്തിലുണ്ട്. മറ്റുള്ള സംസ്ഥാനങ്ങൾ വ്യത്യസ്തമായി നമ്മുടെ കേരളത്തിൻ്റെ മാതൃക പലരും അംഗീകരിച്ചു പോകുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇപ്പോൾ. അപ്പം നമ്മുടെ കേരളോത്സവം ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. പ്രസിഡന്റിനോട് ഞാൻ പറയേണ്ടായി, വരിക, ഇതിൻ്റെ ഏറ്റവും വലിയ കപ്പ് അല്ലെങ്കിൽ ഏറ്റവും ചെറിയ കപ്പ് കൊടുത്ത് ഞാൻ പെട്ടെന്ന് പോകും.